വീണ്ടും അതിഥികളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് എ ജയശങ്കർ തത്സമയം ചേരുന്നുണ്ട്. ജയശങ്കർ സാർ, അങ്ങേക്ക് വ്യക്തിപരമായി വേണമെങ്കിൽ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അങ്ങയുടെ ദേശക്കാരനാണ്. അങ്ങ് കുട്ടിക്കാലം മുതൽ കണ്ട് വളർന്ന ഗോപാലകൃഷ്ണൻ കുറ്റമുക്തനാക്കപ്പെടുന്നു. എന്താണ് അങ്ങ് പ്രതീക്ഷിച്ച കാര്യമാണോ? അല്ല, അദ്ദേഹത്തെ വെറുതെ വിടുന്നുള്ള കാര്യത്തിൽ എനിക്ക് നേരത്തെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കേസിൻ്റെ ആരംഭഘട്ടം മുതൽക്ക് തന്നെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏതാണ്ട് ഒരു വ്യക്തത ഉണ്ടായിരുന്നു, ധാരണ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല, അദ്ദേഹം നിരപരാധിയാണെന്നോ നിർദോഷിയാണെന്നോ ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന പോലെ നിഷ്കളങ്കനാണ്, മാർപ്പാപ്പയുടെ അടുത്ത വരവിന് ഇദ്ദേഹത്തെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ യോഗ്യനാണ്, അർഹനാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ ബോധ്യം പോരല്ലോ. ഒരു കുറ്റകൃത്യം കോടതിയിൽ വിചാരണ ചെയ്ത് തെളിയിക്കുമ്പോൾ അതിന് ആവശ്യമായ സാക്ഷിമൊഴികൾ വേണം, രേഖകൾ വേണം, മറ്റു തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം അതിന് ഇണങ്ങുന്നതായിരിക്കണം. ഈ കേസിലെന്നല്ല, ഇതുപോലുള്ള പല കേസുകളിലും സംഭവിക്കുന്നത് കുറ്റം ചെയ്ത ആളുകളെ, അതായത് കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, മെഡിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റ് പല സംഗതികളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്താനും ശിക്ഷിക്കാനും സാധിക്കും. പക്ഷേ ഇതിന് പ്രേരണ നൽകിയ ആളുകൾ, ഗൂഢാലോചന നടത്തിയ ആളുകൾ, അതിന് പണം കൊടുത്ത് സഹായിച്ച ആളുകൾ, ഇവരൊക്കെ പലപ്പോഴും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാറില്ല. പലപ്പോഴും അന്വേഷിക്കാറ് പോലുമില്ല. അന്വേഷിച്ചാൽ തന്നെ കണ്ടെത്താൻ കഴിയുകയില്ല. കണ്ടെത്തിയാൽ തന്നെ അവരെ പ്രതി ചേർത്ത് വരുന്ന കേസ് താരതമ്യേന ദുർബലമായിരിക്കും. ഇത് കോടതിയിൽ തെളിയിക്കുക വളരെ ദുഷ്കരമാണ്, മിക്കവാറും അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ടാണ്. അദ്ദേഹം നിരപരാധിയായതുകൊണ്ടോ നിഷ്കളങ്കനായതുകൊണ്ടോ അല്ല. ദിലീപ് വളരെ പ്രബലനാണ്, സമ്പന്നനാണ്, അദ്ദേഹത്തിന് എല്ലാ തരത്തിൽപ്പെട്ട സ്വാധീന ശക്തിയുണ്ട്, പണമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാധീനവും സമ്മർദ്ദവും ഉപയോഗിച്ച് പല സാക്ഷികളെയും അദ്ദേഹത്തിന് പ്രതിഭാഗം ചേർക്കാൻ കഴിഞ്ഞു, രേഖകൾ തിരുത്താൻ കഴിഞ്ഞു, തെളിവുകൾ തേച്ചു മാറ്റി കളയാൻ കഴിഞ്ഞു. കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകരെ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല വൈതരണികളും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ടു. ഇതിപ്പോൾ ദിലീപ് രക്ഷപ്പെട്ടത് ഇത്ര വലിയ അത്ഭുതമായിട്ട് നമ്മൾ വിചാരിക്കണ്ട, ഇല്ലേ? ഈ ഫ്രാങ്കോ എന്ന് പറഞ്ഞൊരു പുണ്യവാൻ്റെ കേസ് ഓർമ്മയില്ലേ? കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഫ്രാങ്കോക്കെതിരായ എന്തുമാത്രം തെളിവുണ്ടായിരുന്നു. അതിജീവിതം മുതൽക്ക് ആ കന്യാശ്രമണത്തിലുള്ള സകല ആളുകളും, പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച എല്ലാ സാക്ഷികളും അചഞ്ചലരായിരുന്നു. ഒരാൾ പോലും കൂറുമാറിയില്ല. പക്ഷേ എന്നിട്ടും ഇത്ര അധികം തെളിവുണ്ടായിട്ടും ഫ്രാങ്കോയ്ക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കാൻ കോടതി തയ്യാറായി. അപ്പം ഞാൻ പറയുന്നത്, അത് വെച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യേന ലഘുവായ ഒരു രക്ഷപ്പെടലാണ്. കാരണം ദിലീപ് കൃത്യസമയത്തില്ല, കൃത്യസ്ഥലത്തില്ല, അദ്ദേഹം പണം കൊടുത്തു, അല്ലെങ്കിൽ ഈ പൾസർ സൂര്യ അടക്കമുള്ള ആളുകളെ പുള്ളി എൻഗേജ് ചെയ്തു എന്ന് കാണിക്കാനായിട്ട് വ്യക്തവും ശക്തവുമായ തെളിവില്ല എന്നർത്ഥം. അദ്ദേഹം ചെയ്തില്ല എന്നർത്ഥമില്ല. അല്ലെങ്കിൽ പിന്നെ പൾസർ സൂര്യ ആത്മപ്രചോദിതനായി ഒരു നടിയാണല്ലോ, അവളെ പീഡിപ്പിച്ച് കളയാം എന്ന് കരുതി ഗൂഢാലോചന നടത്തി ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ സഹായത്തോടുകൂടി അവരെ തടഞ്ഞു നിർത്തി പീഡിപ്പിച്ചു എന്ന് നമ്മൾ കരുതുന്നുള്ളൂ. അങ്ങനെയല്ല സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ കേസ് ഇതല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട്, പണത്തിൻ്റെ ഏർപ്പാടുണ്ട്, ശക്തമായ ക്രിമിനൽ മുന്നൊരുക്കവും ക്രിമിനൽ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അത് അവരുടെ പരാജയമായിട്ട് കണക്കാക്കണ്ടേ. ഇങ്ങനെയുള്ള കേസുകളിലേക്ക് ഇത്രയും വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഏത് കേസ് വേണമെങ്കിൽ എടുത്ത് നോക്കും. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുപൊട്ടിക്കുന്ന കേസിൽ ആരെയൊക്കെ അടിച്ചിട്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയാണ്. ഗൂഢാലോചനയുടെ ചെറിയൊരു ഭാഗം മാത്രം തെളിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നിന്ന് എന്താണ് വാടക കൊലയാളികളെ കൊണ്ടുവന്ന് കോഴിക്കോട് ജില്ലയിൽ കൊലപാതകം നടത്തണമെങ്കിൽ വെറും ഒരു കുന്നുമ്പക്കര രാമേന്ദ്രനോ അല്ലെങ്കിൽ CH അശോകനോ വിചാരിച്ചാൽ പറ്റില്ല, നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ ആസൂത്രണമുണ്ട്, മുന്നൊരുക്കമുണ്ട്. പക്ഷേ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനും തെളിവുകൾ കോടതി മുമ്പിൽ നിരത്തി ഈ പ്രതികളെല്ലാവരും ശിക്ഷിക്കാനും സാധ്യമല്ല. അത് നമ്മുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരിമിതിയും പരാധീനതയുമാണ്. അതുകൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടത്. അല്ലാണ്ട് ദിലീപ് പുണ്യവാനായതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞിട്ടു, സത്യം ജയിച്ചു, നീതി നടപ്പായി, ദൈവം സഹായിച്ചു. ദൈവത്തിന് യാതൊരു ജോലിയിലായിരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ക്രൂരനാണോ ദൈവം? ഇത്ര ദുഷ്ടനായ ഒരു ദൈവത്തെ ഞാനിതുവരെ കേട്ടില്ല. അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം നമ്മുടെ ദൈവമല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട്. അത് ദിലീപിനെ പോലുള്ള ആളുകൾക്ക് മാത്രമുള്ളൊരു ദൈവമാണ്. ശരി, ശ്രീ ബൈജു കൊട്ടാരക്കരോടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബൈജു കൊട്ടാര, അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്ന സംഘടനയിലേക്ക് തിരികെ എടുക്കുമെന്നാണ്. മറ്റു സംഘടനകളും വഴിയെ ദിലീപിനെ തിരിച്ചെടുക്കേണ്ട സാഹചര്യം വരുന്നു. നിർമ്മാതാക്കളും മറ്റാളുകളുമൊക്കെ ദിലീപിനെ വീട്ടിലെത്തി കാണുകയാണ്.
ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവിനെ കളം ഒരുങ്ങുന്നതായി കണക്കാക്കുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ഈ വിധി വന്നതിനോട് പ്രതികരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. വിധി എന്തു തന്നെ ആയിക്കോട്ടെ, സാങ്കേതികമായും വിധിയെ നമുക്ക് സ്വാഗതം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം സാങ്കേതികമായി പക്ഷേ ഈ പണത്തിനും നുണയ്ക്കും അതിനു മേലെ ഈ ഒരു നീതിശാസ്ത്രവും വിജയിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങളെ ഉദ്ബോധപ്പെടുത്തിയ ഒരു ദിവസമാണിത്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ ജയശങ്കർ പറയുന്നത് ഞാൻ കേട്ടു. തെളിവുകൾ അത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കോൺസ്പിറസി. പക്ഷേ ഈ കേസിൽ നേരെ തിരിച്ചായിരുന്നല്ലോ. ഏതാണ്ട് 262ഓളം സാക്ഷികൾ, 1147ഓളം രേഖകൾ, പൾസർ സുനിക്ക് പണം കൊടുത്തതിനുള്ള രേഖകൾ, പൾസർ സുനിയുടെ അമ്മയ്ക്ക് പണം കൊടുത്തതിനുള്ള രേഖകൾ, ഇതെല്ലാം ഈ കേസിനകത്തുണ്ടായിരുന്നു. ഈ ദിലീപ് ആദ്യം തന്നെ ഇത് കേസിനകത്തായപ്പോൾ ദിലീപിനെ പിന്തുണയ്ക്കാനായിരുന്നു എല്ലാവർക്കും വലിയ താല്പര്യം. കാരണം ദിലീപ് നിർമ്മാതാവാണ്, തിയേറ്ററിൻ്റെ ഓണറാണ്, നടനാണ്. ദിലീപിൻ്റെ ഒരുപാട് സിനിമകൾ ഹിറ്റും സൂപ്പർ ഹിറ്റും ഒക്കെ മാറിയിട്ടുണ്ട്. ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ് നിന്ന സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നതും ദിലീപിനെതിരെ കേസ് വരുന്നതും ജയിലിൽ പോകുന്നതും. ഈ ജയിലിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ ഈ നിർമ്മാതാക്കളും ഈ ആളുകളും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ ആരുടെയും ഒരു പൊടി പോലും ഒരിടത്തും കണ്ടില്ല. ഒരു നിർമ്മാതാക്കളുടെയും കണ്ടില്ല, ഒരു സാങ്കേതിക വിദഗ്ധരുടെ പിന്നെ സംഘടനയുടെയും കണ്ടില്ല, ആരെയും കണ്ടില്ല, തിയേറ്ററുകാരെ പോലും കണ്ടില്ല. പക്ഷേ ജയിലിൽ പോയി കഴിഞ്ഞ് PR വർക്കുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ദിലീപിന് ജാമ്യം കിട്ടി പുറത്തു വരും എന്നായപ്പോൾ എങ്ങനെയും ദിലീപിനെ ഈ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയോടുകൂടി അയാളുടെ കൂടെയുള്ള ആളുകളൊക്കെ വാശിയുടെ പുറത്ത് തന്നെ ജോലി ചെയ്തു. ഒരുപാട് PR വർക്കുകൾ നടത്തി. ആ PR വർക്കുകളുടെ ഫലമായിട്ട് സിനിമയിൽ 3-4 സിനിമ ചെയ്തു. പക്ഷേ ചെയ്ത സിനിമകളെല്ലാം പൊട്ടിപ്പോയി എന്നുള്ളത് മറ്റൊരു വസ്തുത. ഒരു സിനിമ പോലും നിലം തൊട്ടിട്ടില്ല. പക്ഷേ അയാളെ ഇനിയും സിനിമയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എത്രയോ പടങ്ങൾക്ക് കരാറായിട്ടുണ്ട്. റിലീസാവാനിരിക്കുന്നു ബബ്ബ എന്ന് പറയുന്നൊരു മൂവി. അതിൽ മോഹൻലാൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മോഹൻലാൽ വരെയൊക്കെ ദിലീപിൻ്റെ ഒരു മൂവിയിൽ ഇപ്പോൾ അഭിനയിക്കണമെങ്കിൽ ഒരു മുൻധാരണയില്ലാതെ അഭിനയിക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം അങ്ങനെ ഒരു കേസിൽ പെട്ട് നിൽക്കുന്ന ഒരാൾ ആ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ പല നിർമ്മാതാക്കളും ഇയാൾക്ക് അഡ്വാൻസ് കൊടുക്കുക, സിനിമകളിലേക്ക് കമ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് വിധി കഴിഞ്ഞ ഉടൻ തന്നെ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് കേട്ടു, ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സംഘടനയിലേക്ക്. അതിന് ഇപ്പോഴേ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ. നേരത്തെ തന്നെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ അയാളെ വെച്ചിട്ട് പടമെടുത്ത ആളാണ്, ഒരു സിനിമ എടുത്ത ആളാണ്. സിനിമ 8 നിലയിൽ പൊട്ടിയെങ്കിലും അന്ന് ഇയാളെ വെച്ചിട്ട് സിനിമ എടുക്കാൻ വേണ്ടി അന്ന് കുറേ നടന്ന ആളാണ്. കാര്യം അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊക്കെ സിനിമ മതി. ഈ മനുഷ്യത്വം എന്ന് പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളോടുള്ള സ്നേഹം എന്ന് പറയുന്ന അതൊന്നും വേണ്ട എന്നുള്ള തീരുമാനിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെയല്ല തീരുമാനങ്ങൾ വരേണ്ടത്. അതുപോലെ രാകേഷ് എന്ന് പറയുന്നത് കേട്ടു, നിർമ്മാതാക്കളുടെ അസോസിയേഷനിലേക്ക് സ്വാഗതം, എപ്പോഴും വേണേലും ഞങ്ങൾ തിരിച്ചെടുക്കാം, അടുത്ത നിമിഷം വേണേലും തിരിച്ചെടുക്കാം. ശരിയാണ്. കേസിൻ്റെ പിന്നെ ഇത് കഴിഞ്ഞല്ലോ. ദിലീപിനെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിട്ടേ ഉള്ളൂ. അയാൾ കുറ്റം ചെയ്തിട്ടില്ല, അയാൾ കോൺസ്പിറസിക്കകത്ത് അയാൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് കോടതി വിധി അന്ന് വായിച്ചെങ്കിൽ 12-ാം തീയതി കിട്ടുന്ന വിധി വായിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണെങ്കിലും അതിജീവിത ഇനിയും മേൽക്കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നു. വേറെയും കോടതികളുണ്ടല്ലോ. ഇതിനിടയ്ക്ക് തന്നെ വേറെ ചില വോയിസ് ക്ലിപ്പുകളൊക്കെ ഇറങ്ങിയത് പ്രതീക്ഷ കേട്ട് കാണും. തേടി പള്ളി കാലിച്ചുറ്റി എന്ന് പറയുന്നൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ വോയിസ് ക്ലിപ്പ് വന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ദിലീപിൻ്റെ അനുജൻ അനൂപിന് അയച്ച ഒരു മെസ്സേജ് ആയിരുന്നു അത്. ആ മെസ്സേജ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ പറയുന്ന ആളെ സ്വാധീനിക്കാനായി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇഷ്ടംപോലെ എല്ലാ ചാനലുകളും അന്നെടുത്ത് പ്രയോഗിച്ചതാണ്. എല്ലായിടത്തും അതുവരെ ഇറങ്ങിയതാണ്. ബൈജു കൊട്ടാരക്കര ആ വ്യക്തിയും കൂറുമാറ്റം മാറിയവരിലുണ്ടല്ലോ. ആരാണ്? അല്ല, ആ വ്യക്തി താങ്കൾ പറഞ്ഞ വ്യക്തിയാണ് പിന്നീട് കൂറുമാറിയത്. ആ പിന്നെ വോയിസ് ക്ലിപ്പ് അയച്ചാളല്ലേ? അതെ 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 ആ വ്യക്തി കൂറുമാറിയിട്ടുണ്ട്. കൂറുമാറിയതാണ്. 262 സാക്ഷികൾ ഉണ്ടായിരുന്നതിൽ കൂറുമാറിയതാരാണ്? 28 പേർ. ആ 28 പേരിൽ ആരൊക്കെയാണെന്ന് കൂടി നോക്കൂ. ഒന്ന് മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു, ബാമ, ബിന്ദു പണിക്കർ, അങ്ങനെ തുടങ്ങി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ കൂറുമാറിക്കുന്ന ഏറ്റവും കൂടുതൽ ആരൊക്കെയാണ്? കാവ്യമാധവൻ, കാവ്യമാധവന്റെ അച്ഛൻ, കാവ്യമാധവന്റെ അമ്മ, കാവ്യമാധവന്റെ ബ്രദർ, പിന്നെ അതേപോലെ
ദിലീപിന്റെ കൂടെയുള്ള 1-2 സുഹൃത്തുക്കളും ഇവരാണ് ഈ 28 പേരെന്ന് പറഞ്ഞത്. പിന്നെ പുറത്തുനിന്നുള്ള ഒരാൾ ആ സാഗർ എന്ന് പറഞ്ഞ ആളാണ്. അതായത് ലക്ഷ്യ എന്ന കാവ്യമാധവന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന സാഗർ. ഈ സാഗറിന് 8 ലക്ഷം രൂപയോളം കൊടുക്കാം, ഇതിൽ കൂറുമാറണം അല്ലെങ്കിൽ മൊഴി മാറ്റണം എന്ന് പറഞ്ഞപ്പോ ആദ്യം 50,000 രൂപ കൊടുത്ത് എന്താ അയാളെ പറ്റിച്ചു. ഇത് പറ്റിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സത്യം വിളിച്ചു പറയും, ഞാൻ മജിസ്ട്രേറ്റ് മൊഴി കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആലപ്പുഴ പോയതും ആ ആലപ്പുഴ താമസിച്ച ഹോട്ടലിന്റെ ബില്ല്, ആ താമസിച്ച ഹോട്ടലിലെ അവിടുത്തെ രേഖകൾ, അതിൻ്റെ മൊഴികൾ, അതേപോലെ തന്നെ അങ്ങോട്ട് പോയതിൻ്റെ ബാക്കിയുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയതാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, പണത്തിനും നുണയ്ക്കും മീതെ ഒന്നും പറക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ആർക്കും ആരെയും വേണമെങ്കിൽ കൂറുമാറ്റാം. ഈ നീതിന്യായ വ്യവസ്ഥ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ. പക്ഷേ ചില സംഗതികളൊക്കെ വരുമ്പോൾ നമുക്ക് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അപ്പീൽ പോകുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അതുവരെ പോകാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത കോർട്ടിലേക്ക് പോകുമ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ പ്രോസിക്യൂഷൻ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ, മറിച്ചൊരു വിധിക്കുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് നമ്മൾ ഈ സന്ദർഭത്തിൽ ഒരു സ്പെക്കുലേഷൻ നടത്തുന്നത് ശരിയല്ല. പക്ഷേ ഇത് പ്രതികൾ തീർച്ചയായിട്ടും അപ്പീൽ ബോധിപ്പിക്കും, സർക്കാരും അപ്പീൽ കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തെളിവുകൾ വീണ്ടും അപ്പീൽ കോടതി 2 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിലാണ് ഇത് വരേണ്ടത്. അവിടെ സ്വാഭാവികമായിട്ടും ഓരോ ഇഴ തിരിച്ച് അവിടെ പരിശോധിക്കും. സാക്ഷിമൊഴികൾ, അതുപോലെ രേഖകൾ, മറ്റ് സംഗതികളെല്ലാം പരിശോധിക്കും. ശാസ്ത്രീയമായ തെളിവുകളടക്കം, മെഡിക്കൽ റിപ്പോർട്ടടക്കം എല്ലാം പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ വ്യത്യസ്തമായൊരു തീരുമാനത്തിലെത്താം. അതിനുള്ള സാധ്യത, വസ്തുതകളും നിയമവും ഒരുപോലെ പരിശോധിക്കും. അതാണ് ഈ ക്രിമിനൽ അപ്പീലിൻ്റെ ഒരു പ്രത്യേകത. ആദ്യത്തെ അപ്പീൽ കോടതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇടതിരിച്ച് പരിശോധിക്കുന്ന ഒരു പ്രക്രിയ അവിടെ ഉണ്ടാകും. പലപ്പോഴും പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതികളെ ഹൈക്കോടതി ശിക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട്, ആ ശിക്ഷിച്ചവർ വെറുതെ വിടുന്നത് കണ്ടിട്ടുണ്ട്. രണ്ടും സംഭവ്യമാണ്. ഇപ്പോൾ TPയുടെ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കീഴ്ക്കോടതി വെറുതെ വിട്ട ചില പ്രതികളെയൊക്കെ ഹൈക്കോടതി ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. കീഴ്ക്കോടതി ശിക്ഷിച്ച പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി വർദ്ധിപ്പിച്ചു. ജീവപര്യന്തത്തിന് ശിക്ഷിച്ച ആളുകൾക്ക് അതിനേക്കാൾ കടുത്ത ശിക്ഷ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിന് ഒരുപാട് കാലതാമസം ഉണ്ടാവും. 5-6 കൊല്ലം ഒരു പക്ഷേ എടുത്തേക്കും ഈ അപ്പീൽ കോടതിയുടെ മുമ്പിൽ തീരുമാനമാകാനായിട്ട്. അപ്പോൾ അത് 6 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 7 കൊല്ലം കഴിഞ്ഞ് എന്ത് തീരുമാനത്തിലായിരിക്കും കേരള ഹൈക്കോടതി എത്തുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പ്രവചിക്കുന്നതിൽ കഥയില്ല. അപ്പീൽ കോടതിയിൽ പോയി വരട്ടെ, ഇനിയിപ്പോൾ എന്താണ് ശരിയെന്നുള്ളത് അവിടെ തീരുമാനിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റും. അവിടെ ശ്രീ ജയശങ്കർ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്. നോക്കൂ, നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം സിനിമാ സംഘടനകൾ നെടുകെ പിളർന്ന ഒരു സാഹചര്യം നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ്. അതായത് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും മുൻപും പിൻപും എന്ന് മലയാള സിനിമ അടയാളപ്പെടുത്തിയതാണ്. അതുപോലെ ദിലീപ് കുറ്റമുക്തനാക്കപ്പെടുന്നതിന് മുൻപും അതിന് ശേഷവും എന്ന നിലയിലേക്ക് സിനിമാ കാലഘട്ടം മാറുകയാണ്. അത് ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ഈ വിധി വന്ന ദിവസം മാത്രമേ ആയുള്ളൂ. അത് 1 മണിക്കൂർ പോലും പിന്നുന്നതിന് മുമ്പേ സിനിമാ സംഘടനകളെല്ലാം സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുപോലെ ഇനി അധിക നേരമില്ല, ഇനി അമ്മയിലേക്കുള്ള അംഗത്വം ഉടനടി പ്രതീക്ഷിക്കാം. അപ്പോൾ ആ തിടുക്കം അതെന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദിലീപ് എന്ന് പറഞ്ഞാൽ വേറൊരു നടനല്ല. അതേ ഓരോ സമയത്ത് നടനാണ്, നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്, തിയേറ്റർ ഉടമയാണ്. മാത്രമല്ല മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ഒരു വലിയ ശക്തിയാണ്. അദ്ദേഹം ഈ കേസിൽ പെടുന്നതിന് തൊട്ട് മുമ്പുള്ള സംഭവങ്ങൾ ഓർത്താൽ മതി. വിതരണക്കാരുടെ സംഘടനയിൽ അദ്ദേഹം ആധിപത്യം ഉറപ്പിക്കും, നിർമ്മാതാക്കളുടെ സംഘടനയിൽ അദ്ദേഹം പിടിമുറുക്കും, സംവിധായകരുടെ സംഘടന ഇദ്ദേഹത്തെ ചൊല്ലി 2 പിള്ളേരും. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായിരുന്ന ശ്രീ തിലകനെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഏതാണ്ട് പുറത്താക്കും. പിന്നീട് അദ്ദേഹത്തിന് വളരെ കുറച്ച് സിനിമകൾ മാത്രം കിട്ടും. മാള അരവിന്ദനെ പോലെ, ക്യാപ്റ്റൻ രാജുവിനെ പോലെ അത്ര തന്നെ ശക്തരല്ലാത്ത പ്രബലരല്ലാത്ത നടന്മാരൊക്കെ അഭിനയം നിർത്തി പോട്ടു. ഇപ്പോൾ ഈ അതിക്രമത്തിന് വിധേയമായിട്ടുള്ള നടി തന്നെ അവരും പിന്നീട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ചില നടികളും ഈ WCCയിലൊക്കെ പെട്ട ചില ആളുകൾ അവർക്കൊക്കെ പൂർണ്ണമായിട്ട് അവസരങ്ങളില്ലാതാവും. ഇതൊക്കെ സംഭവിച്ചത് ദിലീപ് ഏകഛാത്രാധിപത്യം വഹിക്കുന്ന സമയത്താണ്. അങ്ങനെ ഏറ്റവും അവസാനം പുള്ളി ലിബർട്ടി ബഷീറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഓർക്കുന്നത് സിനിമ തിയേറ്റർ ഉടമസ്ഥന്മാരുടെ സംഘടനയും ആയിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. നിർമ്മാതാക്കളുടെ സംഘടന, നിർമ്മാതാക്കൾ സിനിമ കൊടുക്കുകയില്ലെന്നും
തിയേറ്റർ ഉടമകൾ വെടിമാറ്റി വെക്കും. അവസാനം ലിബർട്ടി ബഷീർ ചെറിയ ആളൊന്നുമില്ലല്ലോ, വളരെ ശക്തരായ പ്രബലനായ ഒരാൾ. ആ ഏറ്റുമുട്ടലിൽ ദിലീപ് ജയിക്കുന്ന സമയത്താണ്, അതിന് തൊട്ട് പിന്നാലെയാണ്, അത് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിലാണ് ഈ സംഭവം പുറത്തു. അപ്പോൾ അന്ന് ഈ 2017 ഫെബ്രുവരിയിൽ വളരെ ശക്തരായിരുന്ന ദിലീപ്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശക്തിക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഇവിടെ ബോബി കൊട്ടാരക്കര പറഞ്ഞ പോലെ പരാജയപ്പെട്ടു എന്നുള്ള സത്യമാണ്. അദ്ദേഹം അതിനുശേഷം 6-7 സിനിമയിൽ അഭിനയിച്ചു, അത് മിക്കവാറും എല്ലാം തന്നെ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും സിനിമാ മേഖലയിൽ അദ്ദേഹം വളരെ ശക്തരായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ ഭയപ്പെടുന്നവരാണ്, അദ്ദേഹത്തെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമല്ല, അദ്ദേഹത്തെ ഭയപ്പെടുന്നവരാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള അധികം ആളുകളും. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിർമ്മാതാക്കളാണെങ്കിലും സംവിധായകരാണെങ്കിലും മറ്റ് വിതരണക്കാരോ തിയേറ്റർ ഉടമകളോ ആര് തന്നെയാണ്, അത്രയും ആളുകൾക്ക് ഭയമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ തട്ടിക്കൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് വെച്ച് ഇന്ന ആളാണ് അതിൻ്റെ പുറകിൽ നിന്ന് മനസ്സിലായത്. ഇദ്ദേഹം അത്ര ശക്തരായതുകൊണ്ടാണ്, അല്ലാതെ വേറൊരാൾക്ക് ഇത് ചെയ്യിക്കാൻ പറ്റില്ല. മമ്മൂട്ടിക്കും മോഹൻലാലും അവരൊക്കെ വലിയ നടന്മാരാണ്, വലിയ പ്രതിഭകളാണ്, ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളവരാണ്. പക്ഷേ അവരൊക്കെ സിനിമയിൽ അഭിനയിക്കുക, കിട്ടുന്ന കാശ് മേടിച്ച് വീട്ടിൽ പോകുക എന്നുള്ളതിനപ്പുറത്ത് ഇത്രയും പ്രബലരായിരുന്നില്ല, പ്രേമനസൂർ പോലും ആയിരുന്നില്ല. അദ്ദേഹം സിനിമയിൽ കിട്ടുന്ന കാശ് സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസ ആളുകൾക്ക്, പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക് വിതരണം ചെയ്തു, അവരെ സഹായിച്ചുമൊക്കെ പോയൊരു മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ മക്കളാരും ആരെങ്കിലും സമ്പന്നരായില്ല. നമ്മൾ കണ്ടല്ലോ ഷാനവാസിൻ്റെ ഗാന്ധിവേദിയിലായിരുന്നു. അപ്പോൾ അന്നൊക്കെ സിനിമാ വരെ അങ്ങനെയായിരുന്നു ജീവിച്ചത്. ഇപ്പം അങ്ങനെയല്ല. ഇത് സിനിമാ നടനിൽ നിന്ന് വളർന്ന് ഒരു അധോലോക നായകൻ്റെയൊക്കെ നിലവാരത്തിൽ എത്തിയ ആളാണ് നമ്മുടെ സുഹൃത്ത് ദിലീപ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെയ്യാനും ചെയ്യിക്കാനും സാധിക്കും, സാധാരണക്കാരനോട് നടന് പറ്റില്ല. അപ്പോൾ ഇത് തന്നെ പി.ടി. തോമസ് കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനൊരു വിഷയമായത്. അല്ലെങ്കിൽ നേരെ വെള്ളിക്കിടക്കുമ്പോൾ സിനിമക്കാർ ഇതൊക്കെ സെറ്റിൽ ചെയ്ത് പണ്ടൊക്കെ പ്രശ്നം തീർത്ത് പോയത്. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായതായിട്ട് ആരും അറിയില്ല. ഇത് പി.ടി. തോമസ് അവിടെ വരികയും കൃത്യമായിട്ട് IG വിജയനെയും മറ്റേ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് പരാതി പറയുകയും പോലീസുകാർ കാലത്ത് വന്ന് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായത്. സിനിമക്കാരെല്ലാവരും കൂറുമാറിയത് കിട്ടില്ലേ? അവർ കൂറുമാറിയത് ഈ നടിയോട് അനുഭവം ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ഇനിയും ഈ ഫീൽഡിൽ നിൽക്കണം, ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ്. അവർക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദിലീപിൻ്റെ ആനുകൂല്യം വേണം. ദിലീപിൻ്റെ ഹിതത്തിനെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത്രയും പ്രബലനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രാബല്യത്തിന് ഒരു കുറവും ഈ ജയിലിൽ കിടക്കുന്ന സമയത്തും ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല, കേസ് ഇറങ്ങുമ്പോഴും ഉണ്ടായിട്ടില്ല. സിനിമാ വൃത്തങ്ങളിലെ എല്ലാ ആളുകൾക്കും അറിയായിരുന്നു ഇന്നത്തെ ദിവസം ദിലീപ് കുറ്റമുക്തനാവുന്നു. അതിന് പാടൂരുമായി പ്രശ്നം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാമാന്യപരമുള്ള ആരോട് ചോദിച്ചാലും ദിലീപിനെ പറഞ്ഞുകൊണ്ടും പൾസറിനെ ശിക്ഷിക്കും എന്നുള്ള അറിയാം. അപ്പോൾ പൾസർ സൂര്യ അടക്കമുള്ള ആളുകൾ കുറ്റക്കാരായി അവർ ജയിലിൽ പോകുന്നു. അവരെ പ്രേരിപ്പിച്ച, അവരെ പ്രോത്സാഹിപ്പിച്ച, അവർക്ക് പണം കൊടുത്തു വിട്ട ദിവിഷ് ഉമാ തോമസിന്റെ PT.യുടെ സഹധർമ്മിണിയുടെ ഒരു പ്രതികരണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് തെരുവിൽ ആ പെൺകുട്ടി അപമാനിതയായ വിവരമറിഞ്ഞ് രാത്രി ഈ വീട്ടിൽ നിന്നാണ് PT ഇറങ്ങിപ്പോയത്. തയ്യാറാക്കപ്പെട്ട തിരക്കഥകളെ തകർത്തത്, കോടതിക്ക് മുൻപിൽ മൊഴി കൊടുക്കാൻ പോയത്, അവൾക്ക് നീതി തേടി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാവും പകലും നിരാഹാരം കിടന്നത്. PT.യുടെ ആത്മാവ് ഇന്നേ വിധിയിൽ തൃപ്തനാകുമോ? ഒരിക്കലുമില്ല. കോടതി നടപടികളെ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവെച്ച ആശങ്കകൾ ശരിയാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രമെന്ന പ്രതികരണമാണ് ഉമാ തോമസ് ഇപ്പോൾ നൽകുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കരയും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറുമാണ് നമുക്കൊപ്പം തുടരുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമകൾ കൂടുതൽ നിർമ്മാതാക്കൾ, സംവിധായകരൊക്കെ ദിലീപിനെ അടുത്ത തങ്ങളുടെ പ്രോജക്റ്റുകളിൽ സഹകരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതായത് സിനിമാ മേഖല അല്ലെങ്കിൽ സിനിമാ ഫ്രറ്റേണിറ്റി മുഴുവൻ ഇപ്പോൾ ദിലീപിൻ്റെ ഒപ്പം അണിനിരക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ നേരത്തെ നമുക്കറിയാം ഈ വിഷയത്തിൽ നിലപാടെടുത്ത ആളുകൾക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ അവർ മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മടങ്ങിവരവും അസാധ്യമാകുന്ന നിലയിലേക്ക് പോവുകയാണ്. അതായത് ഈ ഇൻഡസ്ട്രിക്ക് വേറൊരു സ്വഭാവമുണ്ട്, ചില അഭിസാരികന്മാരുടെ സ്വഭാവമാണ്. എവിടെ പണം കാണുന്നോ അങ്ങോട്ടേക്ക്, പദവി എവിടെ കാണുന്നോ അങ്ങോട്ടേക്ക് ചായുന്ന ഒരു പരിപാടിയുണ്ട്. അതിപ്പോൾ ആരെന്നല്ല, വളർന്നു വരുന്ന ഏതെങ്കിലും നടൻ വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ ഈ നടന്മാരെല്ലാം ഈ 5-10 ലക്ഷം രൂപ മേടിച്ചിട്ട് വന്നവർ പിറ്റേ ദിവസം 1 കോടി, 5 കോടി, 6 കോടിയോ ഒക്കെ മേടിക്കുക, അല്ലെ 10 കോടിയോ ഒക്കെ മേടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ഈ ഒരു അവസ്ഥ കൊണ്ടാണ്. അങ്ങനെ പോകുന്ന ഒരാളെ താങ്ങി നടത്താനും കൊണ്ടുപോകാനും കുറേ കൊട്ടേഷൻ ഗ്രൂപ്പുകളും അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. കൊട്ടേഷൻ അടങ്ങിയ ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അവിടെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിൻ്റെ ആണെങ്കിലും അവരെല്ലാം കൂടി ചേർന്ന വലിയൊരു ഗ്യാങ്. അല്ലെങ്കിൽ ഞാൻ പ്രജീഷേ ഒരു ചെറിയൊരു സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുക. മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം ഈ ഡിസംബർ വരെ അങ്ങോട്ട് ഏതാണ്ട് 110 സിനിമയാണ് റിലീസായത്. 10 സിനിമ മാത്രമാണ് രക്ഷപ്പെട്ടു പോയത് അതിനകത്ത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ 230ഓളം സിനിമകൾ റിലീസായി.
ആ 230 റിലീസായിട്ട് രക്ഷപ്പെട്ട സിനിമകളായതുകൊണ്ട് 20 എണ്ണമാണ്. ആ 20 19 എണ്ണം. ആ 19 എണ്ണത്തിൽ ഹിറ്റായി എന്ന് പറയുന്നത് വെറും 6 സിനിമകൾ മാത്രം. ഈ 6 സിനിമകൾ ഹിറ്റാവുകയും 19 എണ്ണം പോവുകയും ചെയ്തിട്ടും അന്നും അതിന് ശേഷവും മലയാള സിനിമ നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പടങ്ങൾ നടക്കുന്നുണ്ട്. ആ സിനിമകൾക്ക് ഫിനാൻസ് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. ആ സിനിമകൾക്ക് അതിൻ്റെ പിന്നാലെ നടക്കാനും അതിന് പണം മുടക്കാനും അത് തിയേറ്ററിൽ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. തിയേറ്ററിൽ വന്നില്ലെങ്കിലും അവർക്കൊന്നും പ്രശ്നമില്ല. അതൊരു വലിയൊരു മാർക്കറ്റ്. ആ മാർക്കറ്റ് എന്ന് പറയുന്നത് കള്ളപ്പണത്തിന്റെയും കള്ളപ്പണത്തിന്റെ വരവുണ്ടോ? ഇപ്പൊ നമുക്കറിയാലോ പല കേസുകളിലും. അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതൊക്കെ കുറെ അതാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ആരാണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച് മുമ്പിൽ നിൽക്കുന്നത്, ആ മുമ്പിൽ നിൽക്കുന്നവരുടെ കൂടെ ആളുകളുണ്ടാവും. കാരണം അവർക്ക് വേറെ എത്തിക്സ് ഒന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് പെണ്ണിന്റെ മാനവും പ്രശ്നമല്ല, എത്തിക്സും പ്രശ്നമല്ല. അവർ ഏത് കൊട്ടേഷൻ ബലാത്സംഗമാണെങ്കിലും അവരെ കൂടെ കൂട്ടും. എത്ര വലിയ അല്ലെങ്കിൽ ഈ പൾസർ വരുമ്പോൾ ശ്രീ ബൈജു കൊട്ടാരക്കര WCC അതായത് ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അതായത് അത് ശോഷിച്ച് അങ്ങേയറ്റം 1, 2, 3 ഈ അതിജീവിതയോട് വളരെ കൂറും ഒക്കെ പുലർത്തുന്ന 1, 2, 3 ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. 3 വലിയ പഴയ ഒരു നിരയില്ല. അപ്പോൾ ഇതൊക്കെ ശുഷ്കമാകുമോ? അപ്പോൾ ദിലീപ് വളരെ പ്രബലനായി വീണ്ടും തിരികെ എത്തുന്നതിന്റെ സൂചനയാണ് എന്താണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പ്രതികരണം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ജയശങ്കർ സാറിനോട് ചോദിച്ചത്. ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു മലയാള സിനിമ എന്നതിലേക്ക് കാലഘട്ടം മാറുകയാണോ? സിനിമാ ഇൻഡസ്ട്രി മാറുമോ? അങ്ങനെയൊന്നും മാറില്ല പ്രജീഷ്. കാരണം ദിലീപിനെക്കാളിലൊക്കെ ഒരുപാട് കഴിവുള്ള യുവ നടന്മാരും ഒക്കെ മലയാള സിനിമയിൽ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയൊന്നും മാറാൻ യാതൊരു വഴിയുമില്ല. പിന്നെ ഈ ശുഷ്കിച്ച് പോകുന്നൊക്കെ പറയുന്ന കനൽത്തരിയാണെങ്കിൽ 1 എണ്ണം മതി. എന്തിനാണ് അധികം? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇത് പണം കാണുന്നിടത്തേക്കും പ്രബലരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കും ഇവർക്ക് സിനിമാക്കാർക്ക് പോകാൻ ത്വര കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത്. കാരണം സിനിമയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ. പക്ഷേ സിനിമയില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല. അവർക്ക് സുന്ദരമായിട്ട് ജീവിക്കാം. ഞാൻ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന പിളർത്തിയതാരാ? ഈ ദിലീപ് എന്ന് പറഞ്ഞ മനുഷ്യനാ. എന്ത് കാര്യത്തിലാണ്? തിലകനെ സിനിമയിൽ നിന്ന് ഔട്ടാക്കുന്നതിന് എതിര് നിന്നതിനാണ് അന്ന് വിനയനും ഞാനും ഒക്കെ ഉൾപ്പെട്ട ആ സംഘടനയെ രണ്ടാക്കിയത്. അങ്ങനെയാണല്ലോ ഫെഫ്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വലിയ വിഭാഗം അങ്ങോട്ടേക്ക് പോയി. എങ്ങനെ പോയി? അപ്പോൾ അന്ന് ദിലീപ് പ്രബലനാണ്. ദിലീപിന്റെ കൂടെ നിൽക്കാൻ ചില സംവിധായകരുണ്ട്, ബാക്കിയുള്ള ചില നടന്മാരുണ്ട്, ചില നിർമ്മാതാക്കളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ടേക്ക് മാറിപ്പോയപ്പോൾ അത് ആ സംഘടനയെ പിളർന്നു. അതുപോലെ തിയേറ്റർ സംഘടന പിളർത്തി, വിതരണക്കാരുടെ സംഘടന പിളർത്തി. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നതിന്റെ കാരണം തന്നെ തന്റെ കൈപ്പിടിയിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അന്നും ഇന്നും സിനിമയില്ലെങ്കിലും ജീവിക്കും, ഞങ്ങൾക്ക് വേറെ പണിയെടുത്താലും ജീവിക്കാം എന്ന് മനക്കരുത്തുള്ള ആളുകളാണ് ഇന്നുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഓർമ്മ വേണം. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, അന്ന് പ്രജീഷിന് അറിയാമോ, ഞാൻ 8 സിനിമകൾക്കാണ് ഞാൻ അഡ്വാൻസ് മേടിച്ചിരുന്നത്. 8 സിനിമകൾക്ക്. ആ സിനിമകളിൽ 1 എണ്ണം പോലും നടത്താൻ അവർ സമ്മതിച്ചിരുന്നില്ല. വിനയനും അതുപോലെ തന്നെ. ഈ അടുത്ത കാലത്താണ് വിനയൻ പിന്നെ 1-2 സിനിമകൾ ചെയ്തത്. അപ്പോൾ അതും കോംപ്രമൈസിന്റെ പേരിൽ. എന്നെ ഒരിക്കലും ഒരു കോംപ്രമൈസിന് ഇവർ പ്രതീക്ഷിക്കണ്ട. കാരണം എനിക്ക് കോംപ്രമൈസ് അല്ല. ഞാൻ ഈ ആക്രമിക്കപ്പെട്ട നടി, കാരണം അവർക്ക് ഒരു ജീവിതമുണ്ട്, അവർക്കൊരു മനസ്സുണ്ട്, അവരൊരു സ്ത്രീയാണ്. അവർക്ക് നേരിട്ട ആ ദുഃഖത്തിൽ തീർച്ചയായും ഞാൻ മരണം വരെയും അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതിപ്പോഴും പറയുന്നു. അവസാനം വരെയും അവരോടൊപ്പം ഉണ്ടാവും. മലയാള സിനിമയിലെ ആളുകളോടൊപ്പം ഉണ്ടാവും. അതിന് യാതൊരു മാറ്റവും വരുത്തില്ല. ഇനി എത്ര പ്രവർത്തകന്മാരും വന്നിട്ട് സിനിമ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അവിടെ അങ്ങനെ ചെയ്യുന്നു, ദിലീപ് എങ്ങനെ കയറിപ്പോട്ടെന്നേ, 100, 200, 300 കോടി രൂപ കളക്ട് ചെയ്യുന്ന സിനിമകൾ ചെയ്യട്ടെ, നമുക്ക് കാണാം. കാലം മുമ്പിൽ കിടക്കുകയല്ലേ, കിടക്കട്ടെ. പക്ഷേ അതിജീവിത ഈ കേസുമായി വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതിയിലേക്ക് ഈ കേസ് അതിജീവിതയല്ല സർക്കാർ. ഇന്ന് ശ്രീ P. രാജീവ് വരെ പറഞ്ഞിരിക്കുന്നു, ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ഈ കേസ് അപ്പീൽ കൊടുക്കുമെന്ന് പറയുന്നു. ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കും. ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പരിശോധിക്കട്ടെ. ചിലപ്പോൾ 4-5 വർഷം എടുത്തേക്കാം. അവർ പരിശോധിക്കട്ടെ. പക്ഷേ ഈ 4-5 വർഷത്തെ കാലഘട്ടം മതി മലയാള സിനിമയിൽ വീണ്ടും വേറൊരു ഗോളിലൊക്കെ ഉണ്ടാകാനും. ഇതുപോലെ പണം കൊടുത്ത് കൊട്ടേഷൻ കൊടുത്താൽ ആർക്കും ആരെയും റേപ്പ് ചെയ്യാം, ആർക്കും ആരെയും കൊല്ലാം എന്നുള്ള ഒരു മാനസികാവസ്ഥ ആളുകളിലേക്ക് ഉണ്ടാവുന്ന രീതിയിലേക്ക് വരും എന്നുള്ളത് സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രീ ജയശങ്കർ തന്നെ നേരത്തെ പറഞ്ഞു, TP ചന്ദ്രശേഖരനെ വെട്ടാൻ അവിടെ നാളിനെ വിട്ടിട്ട് അതിൻ്റെ ഗൂഢാലോചനക്കാരെ ആരും കണ്ടുപിടിച്ചില്ലോ എന്ന്. സത്യമാണ്. അതിനുവേണ്ടി പോലീസ് അധികം മെനക്കെട്ടില്ല. കാര്യം അത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നല്ലോ. അതുകൊണ്ട് പോലീസ് മെനക്കെട്ടില്ല. ഇവിടെ അതല്ല. ഇവിടെയും ഉണ്ട് പ്രശ്നങ്ങൾ. ഇവിടെ P. രാജീവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് മിനിസ്റ്റർ P. രാജീവ് ഇന്ന് ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞെങ്കിലും
ADGP ശ്രീജിത്ത് പണ്ട് ഈ കേസ് അന്വേഷിച്ച് അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് KSRTCയിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. അതെന്തുകൊണ്ടായിരുന്നു? അന്ന് പ്രബലനായ ഒരു വ്യക്തി കേരള നിയമസഭയിൽ കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഔദ്യോഗികമായിട്ട് ഒരാൾ നിയമോപദേശം കൊടുക്കാൻ ഒരാളൊക്കെ വന്നു. ആ ആൾ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ആദ്യം ചെയ്തത് ഈ ADGP ശ്രീജിത്തിനെ അങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. KSRTCയിലെ MD ആയിട്ട് മാറ്റി. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് വേറൊരു കാര്യം കൂടെ ഞാൻ കേട്ടു. ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ആദ്യം പറഞ്ഞത് എന്താണ്? മഞ്ജു ഗൂഢാലോചന എന്ന് പറഞ്ഞതിന് അന്ന് മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന തിരിഞ്ഞത്. വേറെ ആരുടെയും പേര് ദിലീപ് പറഞ്ഞതേ ഇല്ല. പക്ഷേ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു വക്കീൽ സുപ്രീം കോടതിയിൽ ഇന്ന് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശ്രീജിത്ത് പെരുമന ഇന്ന് പഴയ ADGP സന്ധ്യയുടെ പേരും കൂടെ വെളിപ്പെടുത്തി. പറയുന്നു സന്ധ്യയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. അപ്പോ അത് തന്നെ ഒരു ഗൂഢാലോചനയല്ലേ? അല്ല, ദിലീപിന്റെ അഭിഭാഷകനും ആ പേര് പറയുകയുണ്ടായി. സന്ധ്യയുടെ പേര് അദ്ദേഹം സൂചിപ്പിച്ചു. അതാണ് ഈ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന് ഈ പേര് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ആള് ആദ്യം മുതൽ തന്നെ ദിലീപിനെ അനുകൂലിച്ച് തന്നെ ദിലീപിന്റെ കൂടെ തന്നെ നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആളാണ്. എല്ലാ ചാനലുകളും വന്ന് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ആള്, ഡെയിലി പോസ്റ്റ് ഇടുന്ന ആളുമായിരുന്നു. അദ്ദേഹം തന്നെ ഇന്ന് തിരിച്ച് ADGP സന്ധ്യ ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ, ദിലീപ് മഞ്ജുവിന്റെ പേരൂടെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് അങ്ങോട്ടേക്ക് ആളുകൾ തിരിയും. ഇനി അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാവും. ആളുകൾ മുഴുവൻ, സോഷ്യൽ മീഡിയ മുഴുവൻ, കാരണം ശരിയാണ്, ആ രീതിയിലുണ്ട്. ഞാൻ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക്. ശ്രീ ജയശങ്കർ, ഇപ്പോൾ നമുക്കറിയാം സമീപകാലത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പ്രതിവാദങ്ങളൊക്കെ ഇങ്ങനെ തച്ചിന് നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും ഇത് കോടതിയെ വരെ സ്വാധീനിക്കുന്ന, കോടതി പോലും ഇതിനെക്കുറിച്ച് ഈ ഒരു പൊതുബോധം ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ ട്രെൻഡുകളിൽ വീണു പോകുന്നു എന്നൊക്കെയുള്ള ചില വിമർശനങ്ങളോ ആശങ്കകളോ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഈ ഒറ്റ പർട്ടിക്കുലർ കേസല്ല, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ വാദപ്രതിവാദങ്ങൾ അന്വേഷണങ്ങളെയോ അല്ലെങ്കിൽ വിധിന്യായങ്ങളോ ഏതെങ്കിലും പരിധിവരെ ഒരു 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 ചെറിയ തോതിലെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അത് സ്വാധീനിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ കേസ് തന്നെയാണല്ലോ. ഈ കേസ് തുടങ്ങിയ സമയം മുതൽക്ക് എത്രയോ ദിവസങ്ങൾ, എത്രയോ ആഴ്ചകൾ, എത്രയോ മാസങ്ങൾ നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകൾ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച്, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളടക്കം മാറ്റിവെച്ച് ചർച്ച ചെയ്തതല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ജാമ്യം കൊടുക്കേണ്ട സമയത്ത് ജാമ്യം കൊടുത്തു, കേസ് വിചാരണ നടത്തേണ്ട സമയത്ത് വിചാരണ നടത്തി, ആ പ്രതികളെ ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചു, വെറുതെ വിടേണ്ടവരെ വെറുതെ വിട്ടു. ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ ഒരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നല്ല, രണ്ട് കാര്യം. ഒന്ന്, ഈ ദിവസം ഏറ്റവും അധികം സന്തോഷിക്കേണ്ടിയിരുന്ന ഒരാൾ ദിലീപ് കുറ്റവിമുക്തനായാലും സന്തോഷിക്കും, ആനന്ദാശ്രുക്കൾ പൊഴിക്കം ചെയ്തിരുന്ന ആളുടെ അദ്ദേഹം ഇപ്പോൾ അത് പൊഴിക്കുന്നുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം മുല്ലപ്പൂര് ജയിലിൽ കഴിയണം. നമുക്ക് ഏവർക്ക് പ്രിയങ്കരായ നമ്മുടെ രാഹുൽ ഈശോ ഈ അഡ്വക്കേറ്റ് രാമപിള്ള കാശ് മേടിച്ചിട്ടാണ് ദിലീപിന് വേണ്ടി വാദിച്ചത്. ഒരു പൈസയും മേടിക്കാതെ നിഷ്കാമകർമ്മിയായിട്ട് എല്ലാ ചാനലിലും പോയിട്ട്, അല്ലെങ്കിൽ കാണുന്നവരോടും കേൾക്കുന്നവരോടും വഴിയെ പോകുന്നവരും തടഞ്ഞു നിർത്തിയിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ദിലീപ്. നിരപരാധിയാണ്, നിഷ്കളങ്കരാണ്, നിർദോഷിയാണ്, ഒരു സാധു മനുഷ്യനെ അനാവശ്യമായിട്ട് ജയിലിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട മനുഷ്യൻ ഇന്നിപ്പോൾ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അതിജീവിതയെ അനുകൂലിക്കുന്നു എന്ന് പറയുന്ന വേറെ ചില ഏഴാം കൂലികളുണ്ട്. ഞാൻ രണ്ടുപേരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ നമ്മുടെ കാലടി സർവകലാശാലയിലെ പ്രൊഫസറും മഹാപണ്ഡിതനുമായിട്ടുള്ള സുനിൽ പി ഇളയടമാണ്. മറ്റൊരാൾ കേരളോർമ്മ കോളേജിലെ അധ്യാപികയായ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയയിലൊക്കെ വളരെ താരമായി വളർന്നിരിക്കുന്ന ദീപ നിഷാന്താണ്. രണ്ടുപേരുടെ പേരെടുത്ത് പറയുന്നത് വെച്ചാൽ, ഈ രണ്ട് യോഗ്യന്മാരും ഇന്ന് രാവിലെ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ പടം കൊടുത്തിട്ടാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തൊരു തെമ്മാടിത്തരാണെന്ന് ആലോചിച്ചു. ഒരു ലൈംഗിക അതിക്രമത്തിന് വിധേയയായ വ്യക്തിയുടെ പടം കൊടുക്കുകയോ അവരുടെ പേര് പറയുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ നാട്ടിൽ കൊച്ചുകുട്ടികൾക്ക് അവർ അറിയുന്ന കാര്യമല്ലേ. വിവരമില്ലാത്ത ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാക്കാം, സ്കൂളിൽ പോകാത്തവർ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഒരു കോളേജിലെ അധ്യാപിക, ഒരു സ്ത്രീപക്ഷവാദി, ഫെമിനിസ്റ്റ്, നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളെ സ്വർഗത്തിലേക്ക് ഉടലോടെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നൊരു വ്യക്തി. മറ്റേയാളാണെങ്കിൽ ശ്രീരാമന് തെറ്റുപറ്റി, ശ്രീകൃഷ്ണന് തെറ്റുപറ്റി, വേദവ്യാസന് തെറ്റുപറ്റി, വാൽമീകിക്ക് തെറ്റുപറ്റി എന്ന് നിരന്തരം മൈക്രോഫോണിൽ കൂടി ആക്രോശിക്കുന്ന വേറൊരു മനുഷ്യൻ. രണ്ടുപേരും വേറെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും, അതിന് ഞാൻ കണ്ടില്ല. ഇവർ രണ്ടുപേരും ഈ നടിയുടെ പടം കൊടുത്തിട്ടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. എന്തൊരു തോന്നിവാസമാണ്, എന്തൊരു തെമ്മാടിത്തരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും. അത് വെച്ച് നോക്കുമ്പോൾ പൾസർ സൂര്യ ചെയ്താണ് കുറച്ചുകൂടി മാനുഷികമായിട്ടുള്ള പ്രവൃത്തി. അതിന് പിന്നെ ഒരു അന്തസ്സുണ്ട്, കാരണം കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും ശ്രീ ജയശങ്കർ, നമ്മൾ ഇനി ഒരു കാര്യം കൂടി, കാരണം ഈ കേസിൽ
നേരത്തെ ഇനി അടുത്ത മേൽക്കോടതിയിലേക്ക് പോവുകയായിരിക്കും. അപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ 12-ാം തീയതി വരികയുള്ളൂ. പക്ഷേ അപ്പോഴും നമ്മൾ അവശേഷിക്കുന്ന അതിജീവിതയുടെ ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. ആ കൺസേണുകൾ കേൾക്കപ്പെടാതെ പോയപ്പോഴാണ് 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം. പിന്നീട് അതിജീവിത ഉയർത്തിയ ഏറ്റവും വലിയ ഒന്നായിരുന്നു, ഒരു ആശങ്കയായിരുന്നു ഈ ഹാഷ് വാല്യൂ അത് ആക്സസ് ചെയ്തപ്പോൾ അത് ടാമ്പറിങ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദ്യമായി ഉയർന്നു. അവിടെയൊക്കെ കോർട്ടിൻ്റെ ട്രാൻസ്പെറൻസി ആയിരുന്നു അവിടെ ആ ജഡ്ജി മുന്നോട്ട് വെച്ചത്. കോർട്ടിൻ്റെ ട്രാൻസ്പെറൻസിയെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ മേൽക്കോടതിയിലേക്ക് പോയി അവിടെ നിന്ന് നിർദ്ദേശം നൽകിയിട്ടും എന്താണ്, അതിലൊന്നും അതിൻ്റെ റിപ്പോർട്ടിൽ പോലും ഒരു കഥയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ എന്തെങ്കിലും വസ്തുതകളായി മാറുമോ? ഈ അതിജീവിതയ്ക്ക് ഏൽക്കേണ്ടി വന്ന ഗ്രീവൻസ്, അതിജീവിത മുന്നോട്ട് വെച്ച ഗ്രീവൻസിന് എന്തെങ്കിലും ഒരു ഉത്തരം ഈ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ കൂടി ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടണമെന്ന രീതിയിൽ എന്തെങ്കിലും പരാമർശം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം 10-37 കൊല്ലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ സംവിധാനത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതിപ്പോൾ ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ അത് പരിഹരിക്കാൻ പറ്റുകയില്ല. അതിജീവിതയ്ക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അവരൊരുപാട് വേദന അനുഭവിച്ചു, ഒരുപാട് യാതന അനുഭവിച്ചു. അതൊക്കെ ശരിയാണ്. അതിന് ഭാഗികമായൊരു പരിഹാരമാണ് ഇന്നിപ്പോൾ ഈ കോടതി വിധിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പൾസർ സുനി അടക്കം 6 പേരെ ശിക്ഷിച്ചു. 6 പേർക്ക് ജയിൽവാസം ഉറപ്പായി. അതിൽ കവിഞ്ഞ് നമ്മുടെ നീതിപീഠത്തിൽ നിന്ന് അധികമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇത്രയൊക്കെ നമുക്ക് നമ്മുടെ സംവിധാനത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബി സന്ധ്യ, ഉണ്ണിരാജ, ബൈജു പൗലോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ കഴിവും അതിൻ്റെ പരമാവധിയും ഈ കേസിന് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് 6 പേരെ ശിക്ഷിച്ചത്. അല്ലായിരുന്നെങ്കിൽ എല്ലാവരും വെറുതെ വിട്ടായിരുന്നു. ഫ്രാങ്കോ കേസ് പോലെ ഈ കേസും അവസാനിച്ചായിരുന്നു. ഏതായാലും അത്ര സംഭവിച്ചില്ല. 6 പേരെ ശിക്ഷിച്ചു എന്ന് കരുതി നമ്മളൊക്കെ സമാധാനിക്കാം. 6 പേരെ എങ്കിലും ശിക്ഷിച്ചല്ലോ. ടി.പിയുടെ കേസിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്. കൊടിസുനിയെയും ട്രൗസർ മനോജിനെയും മുഹമ്മദ് ഷാഫിയെയും അങ്ങനെയുള്ള 5-6-7 സ്വാതന്ത്ര്യ സമര സേനാനികളെ ശിക്ഷിച്ചല്ലോ. അതിന് മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുത്ത ആളുകളെയും അതിന് പണം മുടക്കിയ ആൾക്കാരെയും വാഹനം ഏർപ്പാട് ചെയ്തവരെ ഒന്നും ശിക്ഷിക്കാൻ പറ്റിയില്ല. അതൊന്നും നമ്മുടെ സംവിധാനത്തിൽ നടക്കുന്ന കാര്യമല്ല. ഈവൻ ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ 4 പേരല്ലേ പ്രതിയായിട്ട് വന്നുള്ളൂ. പിന്നല്ലേ ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയായ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ 4 പ്രതിയുണ്ടായിരുന്നു. ഒരാൾ ഈ കുറ്റപത്രം കൊടുക്കുന്ന മുമ്പ് മരിച്ചുപോയി. ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചുപോയ ബിയാൻ സിംഗ്, പിന്നെ മാരകമായിട്ട് വെടിയേറ്റ സത്വന്ത് സിംഗ്, പിന്നെ കേവലം 2 സാധാരണമാരായിരുന്നു, കേഹാർ സിംഗ്, ബൽബീർ സിംഗ്. കേഹാർ സിംഗിനെ തൂക്കിക്കൊന്നു, ബൽബീർ സിംഗിനെ വെറുതെ വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 സർദാർജിമാർ വട്ടം കൂടിയിരുന്ന് ആലോചിച്ച് ഇന്ദിരാഗാന്ധിയെ കൊല്ലാൻ പറ്റുമോ? ഒരിക്കലും പറ്റിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലെ സംവിധാനത്തായി പോയി. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കേസിൽ നീതി കിട്ടിയില്ല. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മകനാണ് പ്രധാനമന്ത്രി. ഏത്? രാജീവ് ഗാന്ധി. സ്വന്തം മകൻ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പാവപ്പെട്ട അതിജീവിതയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രാങ്കോ കേസിലെ കന്യാസ്ത്രീകൾക്കും ഒക്കെ നീതി കിട്ടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. സത്യത്തിൽ അത്രയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അത്യാഗ്രഹം പാടില്ല. ഇനി അത്യാഗ്രഹം ആയാലും ദുരാഗ്രഹം പാടില്ല. അപ്പോൾ അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടതിൽ യാതൊരു അത്ഭുതവുമില്ല. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ. ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് നേരത്തെ ജയശങ്കർ സാറ് രാഹുൽ ഈശ്വറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഒന്നുകൂടി ചോദിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ പോലെ ദിലീപിന് വേണ്ടി ആ തുടക്കം മുതൽ വാദിച്ച ആളുകൾക്കൊക്കെ അവരുടെ വാക്കുകൾക്ക് മൂർച്ച കുറച്ചുകൂടി ഏറുമോ? പക്ഷേ അപ്പോഴും ആ വാക്കുകൾക്ക് മൂർച്ചയേറുമ്പോൾ അവിടെ അതിജീവിതയെ മറന്നുകൊണ്ടുള്ള ഒരു നിലപാടുകളിലേക്കോ സോഷ്യൽ മീഡിയ അറ്റാക്കിലേക്കോ പോകാൻ പാടില്ല. അത് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ബൈജു കൊട്ടാരക്കര, അവസാനമായി. എൻ്റെ കൂടെയാണോ? അതെ 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 അതെ. എന്താണെങ്കിലും ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കിടന്നുകൊണ്ട് പോലീസുകാരാ 10 സെക്കൻഡ് ആയോ, പോലീസുകാരാ എനിക്കൊരു 20 സെക്കൻഡ് ആയോ എന്ന് വിളിച്ചു പറയല്ലേ. അതൊക്കെ ഒരു കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പ്രജീഷ്. പക്ഷേ ഈ രാഹുൽ ഈശ്വറൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇനി പഴയതുപോലെ കിടന്ന് ചാടുന്ന കാര്യത്തിൽ കുറവാണ്. കാരണം ഇന്നലെ അദ്ദേഹത്തിൻ്റെ വക്കീൽ തന്നെ കോടതിയിൽ പറഞ്ഞു ഒരു ബുദ്ധിയില്ലാത്തവനാണ് എന്ന് കോടതിയിൽ പറഞ്ഞു എന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ബുദ്ധിയില്ലാത്ത ആൾ ഇനിയിപ്പം പുറത്തിറങ്ങുമെന്ന് ഇനി എന്തെങ്കിലും പറഞ്ഞാലും ആളുകൾ അത് കേൾക്കുമ്പോൾ ഇനി അതിൻ്റെ കുറേ കടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. അതിനിടയ്ക്ക് ഒറ്റക്കാരോട് പറഞ്ഞിട്ട് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചു ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ നീതിപീഠങ്ങളുടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ കേസ് എഴഞ്ഞു നീങ്ങിയ സമയത്ത്, പ്രജീഷ് കേൾക്കുന്നുണ്ടോ? പ്രജീഷ് കേൾക്കുന്നുണ്ടോ? ഈ കേസ് കുറച്ച് എഴഞ്ഞു നീങ്ങി ഇത്തിരി പ്രശ്നങ്ങളാവും എന്ന് ഒന്ന് തോന്നിയ സമയത്ത് അദ്ദേഹമൊക്കെ ശ്രീ ജയശങ്കറൊക്കെ ഉൾപ്പെട്ട ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു. അതായത് എറണാകുളത്ത് വഞ്ചി സ്ക്വയറിലായിരുന്നു. അന്ന് റിട്ടയർഡായ ഒരു SP അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് DGP
അന്നും റിട്ടയറായി ഇട്ടില്ല, പുറത്തുപോയ ഒരു DGP ചില പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്, അവിഹിത ബന്ധമുണ്ടെന്ന് കാണിച്ച് ആ ലാപ്ടോപ്പ് വരെ തുറന്നു കാണിച്ചു. അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ആളുകളൊക്കെ ഉണ്ടത് കണ്ടുകൊണ്ട് നിൽക്കാൻ. അത് തുറന്നു കാണിച്ച ആ പടങ്ങൾ വരെ അന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വാർത്തയായി. അതിനുശേഷം മറ്റൊരു DGP ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാണ്, ആ കേസ് ഊരി കൊടുത്തതാണ് എന്ന് വരെ പരസ്യമായി പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും നിയമവും നീതി എന്തെങ്കിലും ഉണ്ടായോ? പോയവർക്ക് പോയി, ആ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് പോയി. ആ പുറത്തുപോയ DGP ഇപ്പോൾ വലിയ ശമ്പളം വാങ്ങിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ MD ആയിട്ട് വീണ്ടും തുടരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ ശിരസാ നമിക്കുന്നു. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം. എന്താണെങ്കിലും നീതി ഈ രീതിയിലാണ് പുലരുന്നതെങ്കിൽ നാളെ ആരെയെങ്കിലുമൊക്കെ ഈ പൊട്ടാഷ്യം ബലാത്സംഗമൊക്കെ ചെയ്തിട്ട് വിട്ടാൽ വീട്ടിൽ പോയി കുളിച്ചിട്ട് പുതച്ചു മുറി കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ലാതെ കേസ് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. അതും ഒരു ഉപദേശം മാത്രമേ കൊടുക്കാനുള്ളൂ. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ബൈജു കൊട്ടാരക്കര. എന്തായാലും വിശദമായ ചർച്ചകൾ നടക്കുന്നു, വാദപ്രതിവാദങ്ങളൊക്കെ പല വിധത്തിലുണ്ട്. എന്തായാലും കോടതി സംവിധാനത്തെ നമ്മൾ ആ നിലയ്ക്ക് തന്നെ കാണുന്നു. അവർ കോടതിയുടെ മുമ്പിൽ നിന്നുള്ള വിധിയെ ആ നിലയ്ക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ചർച്ചകൾ എല്ലാവർക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, നടക്കട്ടെ.